മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. പൊതുവേ ഈ സിനിമയിൽ നിൽക്കുന്ന ഒരു സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അങ്ങനെ തുറന്ന് പറയാറൊന്നുമില്ല. ഞാൻ എമ്പുരാൻ ആദ്യത്തെ ദിവസം കണ്ടിട്ടുള്ള ഒരാളായിരുന്നില്ല. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് എമ്പുരാൻ്റെ അഭിപ്രായം വരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് മതമായി ചർച്ച ചെയ്യപ്പെട്ടത്. പരസ്പരം നമ്മളിപ്പം പറയുമ്പോൾ രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിലും ആ രാഷ്ട്രീയത്തിലുപരി മതപരമായിട്ടുള്ളൊരു വേദന പരസ്പരം രണ്ട് സമൂഹങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെടുന്ന രീതിയിൽ ഒരു പോർവിളികൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു. അപ്പോൾ ഞാൻ ആദ്യം എഴുതിയൊരു പോസ്റ്റ് എന്ന് പറയുന്നത്, ദയവ് ചെയ്ത് പരസ്പരം നമ്മൾ തമ്മിൽ അടിക്കരുത്. കാരണം അവർക്ക് അൾട്ടിമേറ്റ്ലി കാശ് കിട്ടും, സിനിമക്കാർക്ക് കാശ് കിട്ടും. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എമ്പുരാൻ്റെ കോലാഹലങ്ങളെല്ലാം കെട്ടടങ്ങും. സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാവുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവരുമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതോ ഒരു സിനിമയുടെ പേരിൽ ആർക്കോ കാശുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പരസ്പരം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അടിയും വഴക്കും വെട്ടും കുത്തും കാരണം നമ്മുടെ ജീവിതത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലാണ് വിള്ളൽ ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞ് എഴുതിയതോടുകൂടി ഞാൻ വീണ്ടും സംഖ്യയായി. അപ്പോൾ ഇത് പിന്നെ അതിന് കാര്യമില്ല. സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ്റെ സാറിനെ സംഖ്യയാക്കിയിട്ടുണ്ട്. അപ്പം പിണറായി എന്നെ വിമർശിച്ച ഒരാളുടെ പോസ്റ്റ് നോക്കിയപ്പോൾ പിണറായി വിജയനെ അയാൾ എഴുതി വെച്ചേക്കുന്നത് പുള്ളി സംഖ്യയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, അപ്പം പിന്നെ പിണറായി വിജയനും വി.ഡി. സതീശൻ്റെ സംഖ്യയാണെങ്കിൽ പിന്നെ നമുക്കും ആവാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ ഇത് പക്ഷേ കുഴപ്പമെന്തെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്നതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മൂല്യം മനസ്സിലാക്കാതെ അനാവശ്യ വിമർശനങ്ങൾ ഉന്നയിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ പൊളിറ്റിസൈസ് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി മതത്തെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നത് മാറ്റിക്കഴിഞ്ഞാൽ എമ്പുരാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയല്ല. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല, പല ആൾക്കാർക്കും എന്നോട് അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞു. അതൊരു പക്ഷേ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവണം. പക്ഷെ ഇത്രയും ഹ്യൂജ് മുതൽ മുടക്കിലെടുത്തൊരു സിനിമയ്ക്ക് റിട്ടേൺ പിടിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരിതിനെ പ്രോത്സാഹിപ്പിച്ചു. അതാണ് ഞാൻ കണ്ടതും ഞാൻ എതിർത്തതും. അല്ലാതെ പൃഥ്വിരാജിനോട് എനിക്കെന്താ വിരോധം? അദ്ദേഹം മലയാളത്തെ ലോകനെറുകയിലെത്തിക്കാൻ ശേഷിയുള്ള പൊട്ടൻഷ്യലുള്ള വ്യക്തിയാണ്, ഡയറക്ടറാണ്, ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളും നമ്മൾ കൈയടിച്ചിട്ടുണ്ട്. ഇപ്പം കടുവ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും, അതിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേദന ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിൽ, അതായത് വിവേക് ഒബ്രോയുടെ കഥാപാത്രത്തോട് പൃഥ്വിരാജിന്റെ കഥാപാത്രം പോയി പറയുമ്പോൾ, നിന്റെ ഈ ചെയ്തിന്റെ ഫലമാണ് നിന്റെ കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡയലോഗ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അത് ഒരുപാട് ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള രക്ഷകർത്താക്കൾക്ക് ഒരു വേദന ഉണ്ടാക്കി. കാരണം അവരെന്തോ ചെയ്തതിന്റെ ഫലമാണോ ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ ജനിച്ചത് എന്നുള്ളതിന്റെ ഒരു വേദന അത് സോഷ്യൽ മീഡിയയിൽ വിമർശനമായിട്ട് ഉന്നയിക്കപ്പെട്ടു. ഷാജി കൈലാസ് എന്ന് പറയുന്ന സംവിധാനം ആദ്യം അതിനൊന്ന് ക്ഷമ ചോദിച്ചു. അദ്ദേഹം അത് പിൻവലിക്കാൻ തയ്യാറായി. പൃഥ്വിരാജും അത് സ്വീകരിച്ചു. അപ്പൊ ഈ മാപ്പ് എന്ന് പറയുന്നത് സമൂഹത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു നിമിഷത്തിൽ നമ്മൾ വന്ന് പറയുമ്പോഴാണ് ഈ മാപ്പിന് മൂല്യം ഉണ്ടാവുന്നത്. അപ്പൊ ഷാജി കൈലാസ് മാപ്പ് ചോദിച്ചില്ലേ? പൃഥ്വിരാജ് എന്ന് മാപ്പ് ചോദിച്ചില്ലേ? അദ്ദേഹം അത് പിൻവലിച്ചില്ലേ? അതെന്തുകൊണ്ടാണ്? അത് സമൂഹത്തിലെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആക്ച്വലി വേദന ഉണ്ടാവുന്നുള്ളൂ. ബാക്കി ഇപ്പൊ എല്ലാ ഭിന്നശേഷിക്കാരായ കുട്ടികളല്ലോ രക്ഷകർത്താക്കൾ. അപ്പൊ അന്ന് അത് തിരിച്ചറിഞ്ഞത് സെൻസറിൽ അവർ ചെയ്തു. ഇവിടെയും സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, പൊളിറ്റിക്കലി ഞാൻ നോക്കിയിട്ട് ഈ പറഞ്ഞ ആ സംഘത്തിന്റെയോ അല്ലെങ്കിൽ BJP-യുടെയോ ഒക്കെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റുകളെക്കാട്ടും കൂടുതലും സമൂഹത്തിലെ ചില വ്യക്തികളാണ് ഇതിനകത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയത്. സോഷ്യൽ മീഡിയയിലെ ചില കമന്റുകളായിരുന്നു. അപ്പം BJP നേതാക്കന്മാർ പറഞ്ഞു നിങ്ങൾക്ക് ഇത് പിൻവലിക്കണ്ടെന്ന് അവർ പറഞ്ഞു. പക്ഷേ ബുദ്ധിപരമായിട്ട് 17 വെട്ടി കളയുന്നു എന്ന് കേട്ട ഉടനെ വീണ്ടും തിയേറ്ററിലേക്ക് ഇടിച്ചു കുത്തി ആൾ കയറുകയാണ്. ഇത് വെട്ടുന്നതിന് മുമ്പ് കാണണം. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമ മാർക്കറ്റ് ചെയ്യണം, സിനിമയിൽ രാഷ്ട്രീയം പറയണം, സിനിമയിൽ സമൂഹത്തിന്റെ അവസ്ഥകൾ കാണിക്കണം. പതേർ പാഞ്ചാലി എന്ന് പറയുന്ന സിനിമ ലോകത്തിന് മുമ്പിൽ ശ്രദ്ധിക്കപ്പെട്ടത് അന്നത്തെ ഭാരതത്തിന്റെ അവസ്ഥ കാണിച്ചതുകൊണ്ടാണ്. അങ്ങനെ ഇപ്പൊ ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ പച്ചയായ രാഷ്ട്രീയം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മതം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ നിൽക്കാത്തൊരു, മതത്തെ വിമർശിക്കാതിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, മതത്തെയും സമുദായത്തെയൊക്കെ നമുക്ക് വിമർശിക്കാം. പക്ഷെ അത് സിനിമയിലൊക്കെ കാണിക്കുമ്പം അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് ചർച്ച ചെയ്യപ്പെടുമ്പോഴത്തേക്ക് നമ്മുടെ കൈവിട്ട് പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ ഇടപെടാനുള്ളൊരു മനസ്സുണ്ടാവണം. ഞാൻ